നമസ്കാരം. രാജലക്ഷ്മി മലയാള സാഹിത്യ തറവാട്ടിൽ വളരെ പെട്ടെന്ന് പ്രകാശിച്ച് അതിലും പെട്ടെന്ന് സ്വയം എരിഞ്ഞിടങ്ങിയ ദീപം. 1930 ജനുവരി 2 പാലക്കാട് ജില്ലയിലെ ചെർപ്പളശ്ശേരിയിലെ തെക്കത്ത് അമയങ്കോട്ട് തറവാട്ടിൽ ജനിച്ചു. പിതാവ് മാരാത്ത് അച്യുതമേനോൻ, മാതാവ് തെക്കത്ത് അമയങ്കോട്ട് സരസ്വതി അമ്മ. ആ ദമ്പതികളുടെ 5 മക്കളിൽ ഏറ്റവും ഇളയതായിരുന്നു രാജലക്ഷ്മി. പിതാവ് എറണാകുളത്ത് അഭിഭാഷകനായിരുന്നു. ആയതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസവും എറണാകുളത്തായിരുന്നു. എറണാകുളം ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂളിൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. അതിനുശേഷം മഹാരാജാസ് കോളേജിൽ നിന്ന് BSc ഫിസിക്സ് ബിരുദം നേടി. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MSc ഫിസിക്സ് ബിരുദം നേടി. അതിനുശേഷം കോളേജ് അധ്യാപികയായി നിയമനം ലഭിച്ചു. കേരളത്തിലെ പല കോളേജുകളിലും അവർ ജോലി നോക്കിയിരുന്നു. 1956 അവരുടെ മകൾ എന്ന നീണ്ടകഥ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അന്ന് NV കൃഷ്ണവാര്യരായിരുന്നു മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ പത്രാധിപർ. അദ്ദേഹം ആ കഥയെക്കുറിച്ച് പ്രത്യേകം പരാമർശിച്ച ഒരു കാര്യം, രാജലക്ഷ്മിയുടെ മൂത്ത സഹോദരി TA സരസ്വതി അമ്മ എന്ന ഗണിത ശാസ്ത്രജ്ഞ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകയായിരുന്നു തൃശ്ശൂർ കേരളവർമ്മ കോളേജിൽ. അവർ ഒരു റെക്കമെൻഡേഷൻ ലെറ്റർ ഈ കഥയോടൊപ്പം വെച്ചിരുന്നു. അവരുടെ ശുപാർശക്കത്തിൻ്റെ ആവശ്യമില്ലാതെ തന്നെ ആരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു കഥയാണ് ആ നീണ്ട കഥ എന്ന് പിന്നീട് അദ്ദേഹം അതിനെക്കുറിച്ച് എഴുതി. 1958 അവരുടെ ആദ്യത്തെ നോവൽ ഒരു വഴിയും കുറേ നിഴലുകളും മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ തന്നെ പ്രസിദ്ധീകരിച്ചു. ഇതിനിടയിൽ തന്നെ ധാരാളം ചെറുകഥകൾ അന്നത്തെ പല പ്രസിദ്ധീകരണങ്ങളിലും പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്നു. സാഹിത്യ സൃഷ്ടിക്കായി സ്വന്തം ജീവിത സാഹചര്യങ്ങളും പരിസരങ്ങളും തിരഞ്ഞെടുത്തിരുന്ന അവർക്ക് പല വിമർശനങ്ങളും അതിനിടയിൽ ഏറ്റിരുന്നു. പലരും അവരുടെ കഥ രാജലക്ഷ്മി വിറ്റ് കാശാക്കുന്നു എന്ന രീതിയിലുള്ള വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും എല്ലാം അവർക്ക് നേരെ ഉന്നയിച്ചു. 1960 അവരെഴുതിയ ഉച്ചവെയിലും ഇളനിലാവും എന്ന നോവൽ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കെ 8ാമത്തെ അധ്യായത്തിന് ശേഷം അവരുടെ ആവശ്യപ്രകാരം അത് നിർത്തിവെച്ചു. ആ നോവൽ പൂർണ്ണമായും വായിച്ചിട്ടുള്ള 2 പേരേ ഉള്ളൂ. NV കൃഷ്ണവാര്യരും അതുപോലെ മാതൃഭൂമിയിൽ ജോലി ചെയ്തിരുന്ന MT വാസുദേവൻ നായർ. പിന്നീട് ആ നോവൽ അവർ കത്തിച്ചു കളയാനുണ്ടായത്. 1960 അവരുടെ ഒരു വഴിയും കുറേ നിഴലുകളും എന്ന നോവലിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുകയുണ്ടായി. ആയത് ലഭിക്കുന്ന 3ാമത്തെ വ്യക്തിയും ആദ്യത്തെ വനിതയും അവരാണ്. ആ നോവൽ പിന്നീട് ദൂരദർശൻ സീരിയലായും ആകാശവാണി നാടകമായും അതിനുശേഷം നോവൽ വായനയിലും അവതരിപ്പിച്ചിരുന്നു. അവരുടെ 2 നോവലുകളും ചെറുകഥാ സമാഹാരവും 2 കവിതാ സമാഹാരങ്ങളും DC ബുക്സ് പിന്നീട് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. 1965 അവരുടെ മരണശേഷം ഞാനെന്ന ഭാവം എന്ന അവരുടെ നോവലും മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ചു. അവരുടെ ജീവിതത്തെ ആസ്പദമാക്കി പെരുമ്പടവം ശ്രീധരൻ എഴുതിയ നോവലാണ് അഭയം. ആയത് പിന്നീട് രാമു കാര്യാട്ട് സിനിമയാക്കുകയുണ്ടായി. ആ സിനിമ ഇന്ന് നമുക്ക് ലഭ്യമല്ല. പക്ഷെ അതിലെ മനോഹരമായ 4 ഗാനങ്ങൾ, മഹാകവി G ശങ്കരക്കുറുപ്പ് എഴുതിയ 2 ഗാനങ്ങളും കവയത്രി സുഗതകുമാരി എഴുതിയ ഒരു ഗാനവും മഹാപ്രതിഭ P ഭാസ്കരൻ എഴുതിയ ഒരു ഗാനവും നമുക്കിന്ന് ലഭ്യമാണ്. 1965 ജനുവരി 18 രാവിലെ ഒറ്റപ്പാലം NSS കോളേജിലേക്ക് ജോലിക്ക് പോയ അവർ അധികം വൈകാതെ തിരിച്ച് വീട്ടിലേക്ക് വരികയും പിന്നീട് അവരെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുകയുമായിരുന്നു. ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് അവർ അവരുടെ ചേച്ചി സരസ്വതി അമ്മയ്ക്ക് എഴുതിയ ഒരു എഴുത്തിൻ്റെ ചില വാചകങ്ങൾ വായിച്ചാൽ മനസ്സിലാവും. ആരുടെയോ കുറ്റപ്പെടുത്തലുകൾ കാരണമാണ് ആ ആത്മഹത്യ നടന്നതെന്ന്. ആ കത്തിൽ
അവർ പറഞ്ഞിരുന്നത് ഇതായിരുന്നു: ജീവിച്ചിരുന്നാൽ ഞാൻ എഴുതും. അത് പലർക്കും ബുദ്ധിമുട്ടുണ്ടാക്കും. പോട്ടെ.